ഉഷാറില്ല. അടിയിലൊക്കെ പൂളുണ്ട്, അതൊക്കെ പൂള് തന്നെയാണ്. ഇതൊക്കെ ഇട്ടെങ്കിൽ പിന്നാലെ പെണ്ണുങ്ങൾ ഇനി വരും കേട്ടോ. നോക്കണം നോക്കണം ഇങ്ങനത്തൊന്നും ഉണ്ടല്ലോ. നോക്കി നോക്കാം. ഒക്കെ മേടിയാണ്. ഈ ലൈന് മൊത്തം മേടിയാണ്. കിട്ടോ കേട്ടോ. വീട് എവിടെയാണോ? ഞങ്ങൾ ഷൊർണൂർ മുണ്ടായ. എൻ്റെ വീട് എവിടെയാ? കുട്ടിക്കാട്ടിൽ. അറിയില്ലേ എൻ്റെ പേര് പേര്? ഞാനെനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. എടാ അവൻ്റെ കൂടെ പഠിച്ചതാ. എനിക്കിന്നെ ഓർമ്മയില്ല. ഏത് സ്കൂളിൽ പഠിച്ചതാ? ഇല്ല. അപ്പം എന്താ ചെയ്യണേ? ഡിഗ്രി. എവിടെയാ? അലയഡിൽ. അതെ, തേർഡ് ഇയർ അല്ലേ? ഹസ്ബൻഡാ? അതിൽ വേറെ കളർ നോക്കണോ? ഇങ്ങോട്ട് നോക്കി നോക്കട്ടെ. ഇത് കുഴപ്പമില്ല. ഇങ്ങോട്ട് നോക്കി വേണോ? ഇതാക്കണോ? ഇതല്ലേ ഇങ്ങനത്തൊന്നുമില്ലേ? ഇതൊക്കെ അതേപോലെ തന്നെയാണേ. ആ പിന്നെന്താ അപ്പനെ ഒരേപോലെ ഇതോടെ നോക്കി നോക്കാം. ഇതൊന്നും ഇതോടെ നോക്കി നോക്കാം. അനക്കൊണ്ടല്ലേ? എത്ര വയസ്സായി? എത്ര വയസ്സായി? ഇക്കോ 19. ഇതൊക്കെ ലാർജാ? നമ്പർ തരുമോന്ന്? എൻ്റെയോ? ഇക്ക നമ്പർ ആണെങ്കിൽ വിളിച്ചു. എൻ്റെ ഫോണ് കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ ഇക്കാടെ നമ്പർ ഉള്ളത് നോക്കിയത്. ഫോൺ എന്താ പറ്റി? ഫോൺ എന്തോ ഹാങ് ആയിട്ട് ഭയങ്കര എന്താ പറയുക, 1 വർഷം കഴിഞ്ഞു. എൻ്റെ നമ്പർ തരാം. ഇക്കാക്ക് കൊടുത്തു. അല്ല നിങ്ങൾ പിടിച്ചോ, ഫോൺ റെഡി ആയിട്ട് മതി. ഇക്കാക്ക് കൊടുത്താൽ മതി, ഞാൻ വിളിക്കൂല അങ്ങനെ. അല്ല ഫോൺ റെഡി ആയിട്ട് മെസ്സേജ് അയച്ചാൽ മതി. ഫോൺ റെഡി ആയിട്ട് മെസ്സേജ് അയച്ചാൽ മതി. നമ്പർ വെച്ച് കൊടുത്തേ. നമ്പർ ചോദിച്ചു കൊടുത്തതാ. ഇക്ക് നമ്പർ ഞാൻ പറഞ്ഞ ഫോൺ കംപ്ലൈന്റ് ഒക്കെ നമ്പർ കൊടുത്താ പറഞ്ഞു. ഇക്ക് ഫോൺ നമ്പർ തന്നെ വേണ്ട പറഞ്ഞു. ഞങ്ങൾ തന്നാ മതി പറഞ്ഞു. ഇവിടെ എത്ര വരുന്നവർക്കല്ല എൻ്റെ അടുത്ത് ചോദിച്ചു കൊടുത്തതാ. ലോണ് പറയാതെ പഠിച്ചോണ്ടില്ലട്ടോ. ഇക്ക് നമ്പർ ഞാൻ പറഞ്ഞു. അപ്പം ഫോൺ കംപ്ലൈന്റ് 1 വർഷമായിട്ട് പറഞ്ഞു നിങ്ങൾ നമ്പർ കൊടുക്കാൻ പറഞ്ഞു. എന്നിട്ട് എനിക്ക് നമ്പർ പിന്നെന്താ പ്രശ്നം? എന്നോട് നമ്പർ ചോദിച്ചാൽ ഞങ്ങൾ എന്തിനൊക്കെ നോക്കിട്ടോ. എൻ്റെ നൗഷാദ് നമ്പർ അടിക്കാം. ഇതെന്ത് കാര്യം പറയും? എനിക്കറിയില്ല. ഞാൻ എന്തിനാ നമ്പർ ഇൻ്റെ അടുത്ത് നമ്പർ ചോദിച്ചാൽ പറയാൻ നിൽക്കില്ല. ഈ ഉള്ള കാര്യം പറയും. ഈ നമ്പർ ഇപ്പം എന്തിനാ കൊടുത്തി? ഇൻ്റെ അടുത്ത് നമ്പർ ചോദിച്ചപ്പോൾ ഞാൻ കൊടുത്താണ്. പിന്നെന്താ സംഭവം? ഈ സീരിയസ് ആയിട്ട് കാര്യങ്ങൾ പറയാം. എന്താ സംഭവം? ഇൻ്റെ അടുത്ത് നമ്പർ ചോദിച്ചപ്പോൾ ഞാൻ കൊടുത്തതാണ്.
പിന്നെ എന്താ വേണ്ടി ഇന്റെ അടുത്ത് മേത്തുന്ന എടുക്കുന്നത് എന്തിനാ ഇന്റെ അടുത്ത് നമ്പർ ചോദിച്ചപ്പോൾ ഞാൻ കൊടുത്താണ്. നിങ്ങൾ മേത്തുന്ന എടുക്കും. നിങ്ങളുടെ വയറത്ത് ചോദിച്ചോ. ഇന്റെ അടുത്തല്ലേ ചോദിക്കണ്ടേ? യുഡായിപ്പാട്ടെന്ന് കരുതിട്ടോ. നിങ്ങൾ ചോദിച്ചു നോക്ക്. നിങ്ങൾ ചോദിച്ചു നോക്ക്. ഇപ്പൊ എന്തിനാ പോകുന്ന നമ്പർ എന്താ ആവശ്യം? എന്താ നിങ്ങൾ ചോദിച്ചു നോക്ക് ആരെ നമ്പർ വന്നു. എന്താ പരിപാടി നടക്കില്ല കേട്ടോ. ആ നിങ്ങൾ ആദ്യം വയറത്ത് ചോദിച്ചു നോക്ക്. വീട്ടിൽ പോയിട്ട് കാര്യങ്ങൾ പറയാ, കാര്യങ്ങൾ കറക്റ്റായിട്ട് പറയാം. എന്താ സംഭവം ഉണ്ടായി? പിന്നെ എൻ്റെ അടുത്ത് നമ്പർ ചോദിച്ചു ഞാൻ കൊടുത്തു. എനിക്ക് തന്നതാണ്. ഞാൻ എന്താ വേണ്ടത്? ഞാൻ അങ്ങോട്ട് പറഞ്ഞു. എനിക്ക് നമ്പർ ഉറപ്പില്ലാതായി പറയണേ. എന്താ സംഭവം കാര്യം ഉണ്ടായത് പറയാം. എനിക്ക് നമ്പർ തന്നു. ഞാൻ പറഞ്ഞു ഇക്കാക്ക് കൊടുത്തു ഫോൺ കംപ്ലൈന്റ്. ഞാൻ പറഞ്ഞു ഇതിന് എന്റെ നമ്പർ എന്തിനാ കണക്കിൽ തരേണ്ട ആവശ്യം എന്താന്ന് ചോദിക്കണേ? എനിക്കറിയാം. അവനോട് ചോദിച്ചോക്കി എന്റെ നമ്പർ അവനക്ക് തരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇപ്പൊ ഫോണില്ല, അങ്ങനത്തെ ഫോൺ പറഞ്ഞു. ഈ ചോദിച്ച നമ്പർ ഞാൻ എന്തിനാ ചോദിക്കുന്നത്? ഞാൻ ചോദിച്ചിട്ടില്ല. അവൻ എനിക്ക് തന്നതാണ്. പുറത്ത് പോട്ടെ കാണിച്ചു തരാം. ഏതാ വേണ്ടി സെലക്ട് ചെയ്യും. അല്ല നിർത്താം. വന്നേക്കാം. നിർത്തിട്ട് പോകും. പിന്നെ എന്താ പറയണ്ടേ? ഏതൊക്കെ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തോടെ ഇവിടെ വേണ്ട. ഇവിടെ വേണ്ട. എന്താ തീരുമാനമായിട്ട് പോട്ടെ. തീരുമാനമായിട്ട് ഇവിടുന്ന് പോകാൻ മതി. തീരുമാനമില്ലാണ്ട് ഇവിടുന്ന് പോയിട്ട് കാര്യമില്ലല്ലോ. തീരുമാനമായിട്ട് പോകാൻ മതി. ഉണ്ടോ? ഇത് ഒന്ന് കേട്ടല്ലോ. ഇറങ്ങി കുട്ടി തീരുമാനമായോ? തീരുമാനമായോ? ഇന്ന് വരും. ഇതാക്കില്ല. പിന്നെ ഇപ്പം അതിൻ്റെ തീരുമാനത്തോടെ എത്തിയിട്ട് പോകും. എൻ്റെ തീരുമാനത്തോടെ എത്തിയിട്ട് പോകും. എന്താ പറയുക? ഇനി വന്നിട്ടുണ്ടായി CCTV ഉണ്ടോ? എന്തെങ്കിലും ഉണ്ടായിരുന്നു? എന്താ ഉണ്ടായത്? ആരൊക്കെയാണ് പഠിച്ചിട്ടുണ്ടോ? എവിടെ? അപ്പോൾ പിന്നെ പറഞ്ഞു കണ്ട് പരിചയമുണ്ടായിരുന്നു. അങ്ങനെ സംസാരിച്ചു. അതൊക്കെ ഫൗണ്ടേഷൻ അതൊക്കെ നല്ല എക്കാളെ വാണ് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് നമ്പർ ഇപ്പോൾ നല്ല എക്കാളെ നമ്പർ കിട്ടി പറഞ്ഞു. എന്നിട്ട് ആ നമ്പറൊക്കെ നിന്റെ എഴുതും. ഞാൻ പറഞ്ഞാൽ വാങ്ങിയില്ല എത്താൻ കൊടുത്തു. എൻ്റെ പേരെന്താ? അൻസിഫ്. ഇതെന്താ ഈ പറയുന്നത്? എന്ത് സംഭവം? ഇന്ത്യയിൽ അങ്ങടെ നമ്പർ വെച്ചു. ഒന്നും അറിയില്ല. CCTV ഞാൻ നമ്പർ വെച്ചിട്ടില്ല. അവളോട് ചോദിച്ചോക്ക്.
സത്യം പറയുന്നു എന്താ കാര്യങ്ങളുടെ കാര്യം എന്താ വെച്ചാൽ ഉള്ള കയ്യിലിപ്പോൾ തുറന്നു പറഞ്ഞിട്ട് ഞാൻ നമ്പർ വെച്ചിട്ടൊന്നുമില്ല. അങ്ങനെ പറയണെന്താ CCTV എന്താ ഞാൻ ചെക്ക് ചെയ്തത്. CCTV കിട്ടുക സംസാരം എങ്ങനെ കിട്ടുന്നത്? അപ്പോൾ എനിക്ക് ഞാൻ സംസാരിക്കുന്ന എനിക്കതിനെ അറിയുന്നത് എനിക്കറിയൂ. എനിക്ക് വലിയ ആവശ്യമില്ലല്ലോ. ഇപ്പോൾ വന്നപ്പോൾ കണ്ടല്ലോ ആ നമ്പർ തരുന്നുണ്ട്. പക്ഷെ എന്താ സംഭവം എന്നോട് ചോദിച്ചിട്ടാ കൊടുത്തത്. അപ്പോൾ അവൻ പറഞ്ഞ എനിക്ക് വിശ്വാസം ഞാൻ പറഞ്ഞ വിശ്വാസമല്ലേ. അല്ല ഇപ്പോൾ പിന്നെ അവൻ എത്ര എത്തി തരാൻ കാരണം എനിക്ക് എങ്ങനെ അറിയാം എനിക്ക് എന്നോട് പറഞ്ഞു നിങ്ങൾ ബ്രദറാണ്. ഞാനല്ലാണ്ട് പറയില്ലല്ലേ. ഈ സത്യം പറയാം എന്താ സംഭവം പറയും. ഈ വെറുതെ ഉണ്ടായിപ്പോൾ കുറച്ച് നേരം ഉണ്ടായിപ്പോൾ വർത്തമാനം പറയലോടെ എന്തുണ്ടായിപ്പോ എന്നോട് നമ്പർ വെച്ച് ഞാൻ കൊടുത്തു അത്ര തന്നെ. അപ്പൊ ഞാൻ ചോദിച്ചത് ആരാ ചോദിച്ചു, ബ്രദറാണ് പറഞ്ഞു. അടുക്കാൻ എനിക്ക് അറിയിക്കാനിട്ടല്ലോ. ഈ എന്തായാലും കാര്യം പറയും സീരിയസ് ആയിട്ട് പറയും. ഒരു കടയിലൊന്ന് കച്ചറുണ്ടാക്കാത്ത കൈയെടുക്ക്, നിങ്ങൾ അവളോട് ചോദിച്ചാൽ മതി, എന്നോട് എന്റെ കാര്യം പറയും. കൈയെടുക്ക്, എന്താ വന്നത് ശേഷം കൊണ്ടുപോകാൻ കൈയെടുക്ക്, കൈയെടുക്ക് നിങ്ങള്. പറഞ്ഞു പറഞ്ഞ പറഞ്ഞ എവിടേക്കാച്ചാ നിങ്ങള് മരുന്ന് കൈയെടുക്ക്. അത് അതിനുള്ളൊരു കാര്യം പറ്റും. ഈ എന്ത് സംഭവം പറയും. മരുന്ന് കൈയെടുക്ക് നിങ്ങള്. എന്താ വെച്ചാൽ നമുക്ക് തീരുമാനിക്കാം. എന്താ വേണ്ടി മരുന്ന് കൈയെടുക്ക്, എന്താ വേണ്ടി പറയും. മരുന്ന് കൈയെടുക്ക്, ഇവ എന്താ കാര്യം പറയും. മരുന്ന് കൈയെടുക്ക്. ഇനി എന്ത് മരുന്ന് കൈയെടുത്തോ, മരുന്ന് കൈയെടുക്ക്. മേത്തോട്ടുള്ള കളി വേണ്ട. എന്ത് സംഭവം നീ കറക്റ്റ് പറയില്ലേ. ഇവനോട് കൊണ്ടുപോകാൻ ഞാൻ സത്യമല്ല പറഞ്ഞത്. മരുന്ന് കൈയെടുങ്ങള്. ഈ ആവശ്യമില്ലാത്ത പരിപാടിക്ക് കരുതിട്ടോ. മേത്തോട്ടുള്ള പരിപാടി വേണ്ട. നിങ്ങളെ അവളോട് ചോദിച്ചാൽ മതി. അവളോട് ചോദിച്ചിട്ടപ്പോ അവളോട് ചോദിച്ചാൽ മതി. അവളോട് ചോദിച്ചാൽ ഇന്നോട് ചോദിക്കേണ്ട കാര്യമില്ല. നിങ്ങളെ മരുന്ന് കൈയെടുക്ക്. അവളോട് ചോദിച്ചോണ്ടല്ലേ ഇപ്പൊ അവളോട് ചോദിച്ചോ. എന്താ വേണ്ടത്. വെറുതെ ഒരു തല്ലുമക്കാണത്തിന് നിൽക്കട്ടെ. നിങ്ങൾ അവളോട് ചോദിച്ചോ എന്റെ മക്കിട്ട് പറഞ്ഞു. ഈ നമ്പർ ചോദിച്ചു. സത്യം പറയും ചോദിച്ചോ. അവൻ എന്നോട് ചോദിച്ചു. ഞാൻ തെല്ലക്കാട് നമ്പർ തരുള്ളൂ. ഇവിടെ ഒരു കടയിൽ വന്നിട്ട് പിന്നെ അവൻ നമ്പർ ചോദിക്കുക. ഞാൻ ഇവിടെ വരുന്നവർക്ക് മുന്നോട്ട് നമ്പർ കൊടുക്കാൻ നിൽക്കല്ലേ. അവൻ ഒന്നിലെ ഇവിടെ സ്ഥിരം നിൽക്കുന്ന ആൾ. എങ്ങനെ ഒരാൾക്ക് നമ്പർ തരാൻ ഈ ചോദിക്കാണ്ട് എങ്ങനെ അവൻ തരാ. ഞാൻ എന്തിനാ ചോദിക്കണത്? അവൻ എന്നോട് ചോദിച്ചതാണ്. പിന്നെ ഞാൻ നമ്പർ കൊടുക്കാൻ നിൽക്കുക. ഞാൻ ഉണ്ടാവും എനിക്ക് തരുന്ന നമ്പർ. അതെനിക്കറിയോ. എങ്കിലും ഞാൻ അവനോട് നമ്പർ ചോദിക്കണം. പിന്നെ ഇപ്പൊ അവൻ ഇത്ര ധൈര്യത്തിലാണെങ്കിൽ ഞാൻ അവിടെ ഉണ്ടാവും എനിക്ക് നമ്പർ തരുന്നവൻ. അപ്പൊ ഞാൻ അത്ര വീട്ടിൽ എങ്ങോട്ട് പറയുന്നത്? പിന്നെ അവൻ നമ്പർ ഇത്ര ധൈര്യത്തിൽ അവൻ തരാൻ കാരണം ഒരാൾ നിൽക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ അവൻ നമ്പർ എനിക്ക് തന്നെ പോയി ചോദിച്ചോണ്ടേ. ഉണ്ടായിരുന്നില്ല. നിങ്ങൾ അതിന്റെ ഉള്ളിൽ ഇവിടെ ആൾക്കാരൊക്കെ ഉള്ള പ്ലാൻ എന്നോട് ചോദിച്ചു. നിങ്ങൾ അതിന്റെ ഉള്ളിലല്ലായിരുന്നു. ഇവരിവിടെ ഉണ്ടായിരുന്നോ? കണ്ടല്ലേ വരുമ്പോൾ ഉണ്ടായിരുന്നു ഇവരൊക്കെ. പിന്നെ അവൻ ഇത്ര ധൈര്യത്തിൽ എനിക്ക് എങ്ങനെ തരാം. ഈ എന്നോട് വേണം പറയണം. ഈ അല്ല അവനാണുള്ള പറയണത്. പിന്നെ ഇത്ര ധൈര്യത്തിൽ അവൻ നമ്പർ ഇങ്ങനത്തെ കാരണം പറയും. എനിക്ക് എങ്ങനെ അറിയാം? അവനോട് ചോദിക്കും. എനിക്ക് തല്ലാൻ അറിയാണ്ടല്ല. ഇത് ചെയ്ത് ഇജാണ് എന്നെ പൊട്ടനാക്കാൻ തോന്നുന്നുണ്ട്. ഞാൻ എന്തിനാ ചെയ്യണം? എനിക്ക് എന്തിനാ അതിന്റെ ആവശ്യം? വാ സ്റ്റേഷനിക്ക് പോവാ. സാറിനോട് പറയാം. മറന്നു കൊടുക്കും. ഇതിന് ഉഷാക്കാടല്ലേ. എനിക്ക് എന്നോടെന്തോ മറച്ചേക്കണ പോലെ ഈ എൻ്റെ വർത്താനം കേട്ടാ. അല്ലാണ്ട് ഇപ്പൊ അത്ര ധൈര്യത്തിൽ അവൻ നമ്പർ ഇവിടെ എഴുതി തരണമെങ്കിൽ ഈ അവനോട് ചോദിക്കാണ്ട് നമ്പർ തരില്ലല്ലോ അവൻ. ഞാൻ ചോദിച്ചിട്ടില്ല. എനിക്ക് നമ്പർ തന്നതാണ്. ഞാനെന്ത് വരുന്നവർക്ക് മുന്നോട്ട് നമ്പർ കൊടുക്കാൻ നിൽക്കുക. ഇത് പിന്നെയാണ് ഈ പൊട്ടനാക്കണത്. ഇന്നെ പൊട്ടനാക്കണത് നോണ പറയാൻ നിൽക്കരുത്. അങ്ങോട്ട് വീട്ടിൽ പറഞ്ഞില്ലേ? ഞാൻ വിചാരിച്ചപ്പോ തല്ലു കൊണ്ടുപോകുന്നേ. അങ്ങോട്ടൊക്കെ ക്യാമറയിൽ നോക്ക്. ക്യാമറയിൽ നോക്ക്. ക്യാമറയിൽ നോക്ക്. അങ്ങോട്ടൊക്കെ ചെറിയ പ്രാങ്ക് ഇറക്കി എന്തിങ്ങനെ ചുരുക്കാണ്ട് പാടില്ല കേട്ടോ. ചുരുക്കാണ്ട് പോയി ശരിയാവില്ല. കുഞ്ഞാന്റെ ബുദ്ധിയാണ് കംപ്ലീറ്റ് ഇത്. എന്താ ക്യാമറ ഓഫല്ല. അങ്ങോട്ട് നോക്ക്.